ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും നോമ്പുകാല ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 40-ാം തിരുവചനം. പിന്നെ യേശു ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, താൻ വായിച്ചു കേട്ട വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 40-41 തിരുവചനങ്ങളിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട്, പ്രത്യേകിച്ച് പത്രോസിനോട് സംസാരിക്കുകയാണ്. യേശുവിന് അധികം താമസിക്കാതെ സംഭവിക്കാനിരിക്കുന്ന ക്രൂശീകരണത്തെക്കുറിച്ച് മനസ്സിലാക്കിയ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെയും വിളിച്ചുകൊണ്ട് ഗെത്സമന എന്ന തോട്ടത്തിൽ പോവുകയാണ്. അവിടേക്ക് അടുക്കുമ്പോൾ യേശു ശിഷ്യന്മാരെ ഒരു പ്രദേശത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ കൽപ്പിക്കുകയാണ്. തുടർന്ന് യേശു അല്പം മുമ്പോട്ട് പോയി പിതാവായ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. കുറേ സമയം പ്രാർത്ഥിച്ചതിന് ശേഷം തൻ്റെ ശിഷ്യന്മാരുടെ പ്രാർത്ഥന അത് വീക്ഷിക്കുവാനായി യേശു അവരുടെ അടുക്കൽ വരുന്നു. അപ്പോൾ യേശു കണ്ട കാഴ്ച പത്രോസും കൂട്ടരും നല്ലവണ്ണം ഉറങ്ങുന്നതാണ്. ഈ പശ്ചാത്തലത്തിലാണ് യേശു പത്രോസിനോട് ചോദിക്കുന്നത്, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ എന്ന്. തുടർന്ന് പ്രാർത്ഥനയുടെ സമയത്തുള്ള ഉറക്കത്തിൻ്റെ അനന്തരഫലം കൂടി യേശു പറയുന്നുണ്ട്. പരീക്ഷയിൽ അകപ്പെടുന്നത് സംബന്ധിച്ച്, പരീക്ഷയിൽ അകപ്പെടാൻ സാധ്യതയുണ്ടാവുന്നത് പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉറങ്ങുന്നതാണ്. നമ്മുടെ ശരീരം ബലഹീനമാണ്, എന്നാൽ നമ്മുടെ ആത്മാവ് എല്ലായ്പ്പോഴും ഒരുക്കമുള്ളതാണ്. ഇവിടെ പ്രാർത്ഥനയ്ക്കുള്ള ഒരു ജാഗ്രത, ഒരു ജാഗരൂകത അത്യന്താപേക്ഷിതമായിരിക്കുന്നു. ഈ ജാഗരൂകത അഥവാ ഈ ജാഗ്രത, ഈ ഉണർവ് ഇത് നഷ്ടപ്പെടുമ്പോൾ പ്രാർത്ഥനയുടെ വീര്യം ചോർന്നു പോകുന്നു. ഇങ്ങനെ വരുമ്പോഴാണ് പ്രാർത്ഥനാമധ്യേ ഉറക്കം വരുന്നത്. പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉറങ്ങുമ്പോൾ അത് പരീക്ഷയിലാകപ്പെടാൻ കാരണമായിത്തീരുന്നു. പ്രാർത്ഥനാ സമയത്ത് ഉറങ്ങിയ ശിഷ്യന്മാർക്ക് എന്താണ് സംഭവിച്ചത്? യേശുവിൻ്റെ ശത്രുക്കൾ യേശുവിനെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ശിഷ്യന്മാരെല്ലാവരും ചിന്നിച്ചിതറി ഓടി ഒളിക്കുവാനിടയായി. പ്രാണഭയം അവരെ ഭരിച്ചതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. കർത്താവിനോടുകൂടെ നിലനിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല, പ്രാർത്ഥനയിൽ ഉറങ്ങിയ കാരണത്താൽ പത്രോസിന് കർത്താവിനെ 3 പ്രാവശ്യം
തള്ളിപ്പറയേണ്ടതായിട്ടും വന്നു എന്ന് നാം കാണുന്നു. നമ്മുടെ പ്രാർത്ഥന ഏത് വിധം? നാം പ്രാർത്ഥനയിൽ ജാഗരൂകത കാട്ടാറുണ്ടോ? പ്രാർത്ഥനയിൽ നമുക്കൊരു ഉണർവുണ്ടോ? നാം ഉറങ്ങിയാണോ പ്രാർത്ഥിക്കുന്നത്? അങ്ങനെയെങ്കിൽ പരീക്ഷയിലാകപ്പെടുവാൻ സാധ്യതയുണ്ട്. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.